ഡൽഹിയിലേക്ക് തന്നെ പോകാം. അവിടെ ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ കരോൾ ബാഗ് സ്വദേശിക്ക് 10 ലക്ഷം രൂപയാണ് നഷ്ടമായത്. ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് ഉദ്യോഗസ്ഥരാണെന്ന വ്യാജേനയാണ് പ്രതികൾ പണം തട്ടിയത്. പുൽവാമ ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്നും പണം നൽകിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ് നടന്നത്. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകാൻ. സജു, വല്ലാത്തൊരു ഭീഷണിയായിപ്പോയി. പുൽവാമ ഭീകരാക്രമണത്തിൽ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരാൾ അതിൽ വിശ്വസിച്ച് ഡിജിറ്റൽ അറസ്റ്റിന് കീഴടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ പ്രത്യേകം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളൊക്കെ ഈ ഡിജിറ്റൽ അറസ്റ്റിനെതിരെ വലിയ അവയർനെസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് മറ്റൊരാൾ വീണ്ടും 10 ലക്ഷം രൂപ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നത്. എന്താണ് വിശദാംശം? അതെ, നമുക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ ആദ്യം ചിരി തോന്നും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അവസാനിക്കുന്നില്ല എന്നാണ് വാസ്തവം. പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അത് അവസാനിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അതൊക്കെയും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ജനങ്ങൾ ജാഗരൂകരാകണമെന്നുള്ള പരസ്യങ്ങളടക്കം ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും TV മാധ്യമങ്ങളിലൂടെയൊക്കെയും പ്രചരിപ്പിക്കുന്നതിനിടയിലാണ് വീണ്ടും ചില തട്ടിപ്പുകളുടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു തട്ടിപ്പ്. പണം നൽകിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നും പ്രതികൾ ആരോപിച്ചായിരുന്നു ഈ ഒരു തട്ടിപ്പ് നടത്തിയത്. ഉത്തർപ്രദേശിലെ ഭീകരവിരുദ്ധ സ്ക്വാഡ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേനയാണ് പ്രതികൾ പണം തട്ടിയത്. ഡൽഹി സ്വദേശിക്ക് 10 ലക്ഷം രൂപയാണ് നഷ്ടമായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിൽ മാത്രമായി കഴിഞ്ഞ 2 മാസങ്ങൾക്കിടെ ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പിലൂടെ ഏകദേശം 50 ലക്ഷത്തിലധികം രൂപയാണ് നഷ്ടമായെന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്ന് കൃത്യമായി അകലം പാലിക്കണമെന്നും ഇത്തരത്തിലുള്ള വ്യാജ കോളുകളും വ്യാജ മെസ്സേജുകളിൽ നിന്നും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പോലീസിന് നൽകണമെന്നും ഒക്കെ പറയുന്നെങ്കിൽ പോലും കൃത്യമായി ജനങ്ങൾ അത് പാലിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് വീണ്ടും ഇത്ര വാർത്തകൾ ആവർത്തിക്കുന്നത്. എന്തായാലും ജനങ്ങൾ കുറെ കൂടി ജാഗരൂകരാകണമെന്നാണ് ഈ വാർത്തകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.